ടെക്നോ പാർക്കും ഇൻഫോസിസും അടക്കം പ്രവർത്തിക്കുന്ന കഴക്കൂട്ടത്തെ റോഡിന്റെ അവസ്ഥയാണ്. ടെക്നോ പാർക്ക് ജീവനക്കാരടക്കം 400ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന കോണ്ടൂർ സൈബർ ഗാർഡൻസ്. താമസക്കാരിൽ ഏറിയ പങ്കും മറ്റ് ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവർ. ഏകദേശം 200ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന 2 ടവറുകളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇവിടെ താമസിക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും മറ്റ് സ്ഥലങ്ങളിൽ വന്ന് താമസിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇവിടുത്തെ വോട്ടവകാശങ്ങളില്ലാത്തതാണ് ഈ റോഡ് ഇത്രയും കിടക്കുന്നതിനുള്ള ഒരു മെയിൻ കാരണമായി എനിക്ക് പറയാനുള്ളത്. കേരള മോഡൽ വികസനം ഇതാണോ എന്നാണ് ഇവർക്ക് ചോദിക്കാനുള്ളത്. ആംബുലൻസ് പോലും വരാൻ മടിക്കുന്ന വഴി. നേരത്തെ സ്കൂൾ ബസ് എല്ലാം തന്നെ ഇതിനകത്ത് വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഞങ്ങൾ വർക്കിംഗ് വിമനെ പോലുള്ളവർക്ക് നമുക്ക് കുട്ടികൾ പോകുന്നു, വൈകിട്ട് തിരിച്ചു വരുമ്പോൾ വീട്ടിൽ ആളില്ലെങ്കിൽ പോലും അവർ സുരക്ഷിതമായി എത്തും. കാര്യം സെക്യൂരിറ്റി ഉണ്ട്, അവർ റൂമിലെത്തും. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബൈപ്പാസിൽ കൊണ്ടിറക്കിയിട്ടാണ് പോണത് കുട്ടികളെ. അപ്പോൾ കുട്ടികൾ വീട്ടിലെത്തിയോ എന്ന് ശരിക്കും ഓഫീസിലിരിക്കുമ്പോൾ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പ്രായമായവരെയും കുട്ടികളെയും പുറത്തിറക്കാൻ ഭയമാണ് ഇവർക്ക്. റോഡിലെ കുഴികൾക്കൊക്കെ വലിയ താഴ്ചയാണ്. യാതൊരു സുരക്ഷയുമില്ലാതെ ഇത്രയും ഭീകരമായ കുഴികൾ കുഴിച്ചിട്ടിട്ട് ഞങ്ങളുടെ കൊച്ചുകുട്ടികൾ ഇതുവഴിയാണ് നടന്ന് സ്കൂളിൽ പോകുന്നത്. രാത്രി സ്ത്രീകൾ വരുന്നു. യാതൊരുവിധ സുരക്ഷയുമില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ ഈ കുഴികളെല്ലാം വെള്ളത്താൽ മൂടപ്പെടും. പിന്നെ കരയേത് കുഴി ഏതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ദുരിതാവസ്ഥയ്ക്ക് അറുതി ഉണ്ടാകുമെന്ന് കരുതിയവരുടെ പ്രതീക്ഷയും അസ്തമിച്ച അവസ്ഥയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.